ഹായ് നവമി. ഹായ്. ഹായ് കീർത്തന. ഹായ്. എങ്ങനെയുണ്ട് പൊങ്കാല? ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആഗ്രഹിച്ച ഒരു സാരിയും അത് സാധിച്ചുകൊണ്ടാണ് ഈ വർഷം വരുന്നത്. ഒരു വലിയൊരു എൻ്റർപ്രണർ ആവാൻ വേണ്ടിയിട്ട് പറ്റിയത്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു, വർഷങ്ങൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാരികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, സാരി പ്രേമിയാണ്. അതെ. അപ്പം ഞാനിങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങി. ഇപ്പം അതിന് ഒരു 3 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ വന്നൊരു പൊങ്കാല ഇടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ ബ്രാൻഡിൻ്റെ അതേ സാരി എന്നെ ഉടുത്ത് വന്ന് എല്ലാവരും മുമ്പിൽ ഇതുപോലെ ഒരു അഭിമാനത്തോടെ പൊങ്കാല ഇടാൻ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിലൊരു കാഴ്ചപ്പാട് വേറെ രീതിയാണ്. ഇവിടെ ഒരുപാട് അമ്മമാര്, ഒരു സ്ത്രീ ദിനമാണ് ഇന്ന് ആറ്റിൽ അമ്മയുടെ സന്നിധിയിൽ. അപ്പോൾ ഈ ഒരു ദിനത്തിൽ ഈ അമ്മമാർക്കൊപ്പം നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത്. നമുക്ക് പൊങ്കാല ഇടാൻ ഒരു എന്താ പറയുക ഭാഗ്യം കിട്ടുന്നത്. ഇതിപ്പം 2ാമത്തെ പൊങ്കാലയാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് 2ാമത്തെ വട്ടവും ഞാൻ വന്നത്. ഞാൻ വർക്ക് ചെയ്യാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്നുണ്ടായിരുന്നു, അതേപോലെ സാധിച്ചു. പിന്നെ വീട്ടിലെ ഇഷ്യൂസൊക്കെ മാറണമെന്നുണ്ടായിരുന്നു, അതും സാധിച്ചു. അപ്പം ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ പ്രാവശ്യത്തെ പൊങ്കാല ഇടാൻ ഞാൻ വന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം രണ്ടുപേരും കൂടെ ഉത്തരം പറയും. നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാഴ്ചപ്പാട് വേറെ രീതിയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചില ട്രാൻസ്ജെൻഡേഴ്സ്, ചില ആൾക്കാരുടെ സ്വഭാവവും ഇപ്പം നമ്മൾ ന്യൂസുകൾ കാണുന്നുണ്ടല്ലോ ഇടയ്ക്ക്. എല്ലാ മനുഷ്യരുടെയും വ്യത്യസ്തമായ സ്വഭാവമാണ്. 5 കൈയിലെ വിരൽ 5 നീളത്തിലും 5 വണ്ണത്തിലാണ് ഉള്ളത്. അപ്പം ഒരാൾ ചെയ്യുന്ന തെറ്റിനെയും ഒരാൾ ചെയ്യുന്ന നന്മയും വെച്ച് എല്ലാവരെയും അളക്കേണ്ട ആവശ്യമില്ല. ഈ ആണിലായാലും പെണ്ണിലായാലും എല്ലാവരിലും വ്യത്യസ്ത സ്വഭാവക്കാരുണ്ട്. ഇപ്പം കുറ്റകൃത്യം ചെയ്യുന്ന ആണായാലും പെണ്ണായാലും അവരെല്ലാവരെയും ഒരുമിച്ചല്ല പറയുന്നത്. പക്ഷെ ഒരു ട്രാൻസ് കുറ്റകൃത്യം ചെയ്താൽ അത് എല്ലാ ട്രാൻസിനെയും കൂടി ബാധിച്ച രീതിയിലാണ് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുത്ത് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾക്കിപ്പം ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു കാഴ്ചപ്പാട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ നോർമൽ ആൾ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഹെറ്ററോസെക്ഷൽ ആൾക്കാരെ പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് പറയാനുള്ളത്.